നമസ്കാരം. ആയാറാം ഗയാറാം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പ്രയോഗം സുപരിചിതമാണ്. 1967 ആണ് ഇങ്ങനെ ഒരു പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി കേട്ടത്. ഹരിയാനയിലെ ഹോഡലിൽ നിന്നുള്ള നിയമസഭാ അംഗമായ ഗയാലാൽ 1967 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉടനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ഗയാലാൽ കേവലം 9 മണിക്കൂറിനിടെ 3 തവണയാണ് പാർട്ടി മാറിയത്. ഇതോടെയായിരുന്നു ഈ പ്രയോഗത്തിൻ്റെ തുടക്കം. പിന്നീട് ഇങ്ങോട്ട് ആയാറാം ഗയാറാം പ്രയോഗം പലപ്പോഴായി പലർക്കും ചാർത്തപ്പെട്ടു. അത്തരം ചാഞ്ചാട്ടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാക്കളിൽ ഒരാളാണ് നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് രാവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ടു. വൈകിട്ട് BJPയുടെ കൂട്ടുപിടിച്ച് NDAയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റു. നിയമസഭയിലെ അംഗബലത്തിൽ ഇപ്പോൾ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന നിതീഷ് 11 വർഷത്തിനിടെ ഈ ചാഞ്ചാട്ടങ്ങളിലൂടെ 6ാം തവണയാണ് മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത്. ഇപ്പോൾ നിതീഷിനെ ഇങ്ങനെയൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് എന്താണ്? ദ ഇലക്ഷൻ ചാനൽ വിശദമായി പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.